ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് കളേഴ്സ്. നമുക്ക് പേരറിയാത്ത കളേഴ്സ് എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന്, ഇതിന് കളർ കൊടുക്കാമെന്നാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ സ്റ്റൈല് കൊടുക്കുകയാണ്, എന്നിട്ട് കളർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇനിയാണ് നമ്മൾ വാല്യൂസ് കൊടുക്കാൻ പോകുന്നത്. ഈ വാല്യൂസിനനുസരിച്ചായിരിക്കും കളറുകൾ വരിക. ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന രീതിയുടെ പേരാണ് RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്യണം. ഏത് രീതിയെന്ന് അറിയാനാണ്. ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ 3 വാല്യൂസ് കൊടുക്കണം, കോമയിട്ടിട്ട്. ആദ്യത്തെ റെഡിൻ്റെ വാല്യൂ, രണ്ടാമത്തെ ഗ്രീനിൻ്റെ വാല്യൂ, മൂന്നാമത്തെ ബ്ലൂവിൻ്റെ വാല്യൂ. ഓരോന്ന് 255 വരെ കൊടുക്കാൻ പറ്റും. നമുക്ക് കൊടുത്ത് കാണിച്ചു തരാം. ആദ്യത്തെ 100, രണ്ടാമത്തെ 200, മൂന്നാമത്തെ 255 കൊടുക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ വരാൻ പോണ ബ്ലൂ ആണ്, കാരണം കൂടുതൽ നിൽക്കുന്ന വാല്യൂ ബ്ലൂ ആണ്. കണ്ടോ, ബ്ലൂവിൻ്റെ ഒരു ലൈറ്റ്, ബ്ലൂവും പച്ചയും ചേർന്ന ഒരു ലൈറ്റ് കളറാണ് വന്നേക്കുന്നത്. കാരണം ബ്ലൂവും പച്ചയും ഏകദേശം അടുത്താണ്, അപ്പോൾ അതിന് മിക്സ്ഡ് കളറാണ് വന്നേക്കുന്നത്. റെഡിന് അത്ര പ്രാധാന്യം ഇവിടെ തന്നിട്ടില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെക്സ് കളർ ആണ്. ഹെക്സ് കളർ കോഡ് എന്നാണ് ഇതിനെ പറയുക. ആദ്യം തന്നെ ഹെക്സ് എന്ന് ടൈപ്പ് ചെയ്യണം. അല്ല, ഹെക്സ് എന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, HSL എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് ഞാൻ നിങ്ങളെ വേറെ വീഡിയോയിൽ പഠിപ്പിക്കും. ആദ്യം തന്നെ ഒരു ഹാഷ് ഇടണം. ഈ ഹെക്സിൻ്റെ പകരം ഇടുന്നത് ഇവിടെ ഹാഷാണ്, ഹാഷ്. ഇനി നമ്മളിവിടെ 6 നമ്പറാണ് കൊടുക്കുക. അങ്ങനെയാണ് ഇതിൽ കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഇതിൽ 15 വരെയുള്ള വാല്യൂസാണ് കൊടുക്കുക, ഒരു അക്കത്തിൽ കേട്ടോ. അങ്ങനെ 6 അക്കമുണ്ട്, 15 വരെയുള്ള അക്കമാണ് കൊടുക്കുക. പക്ഷെ ഒരക്കത്തിൽ തന്നെ 15 വരെ ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെ 9 കഴിഞ്ഞ് പിന്നെ ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒന്ന് A, രണ്ടാമത് B, പിന്നെ C, പിന്നെ D, പിന്നെ E, പിന്നെ F. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലാണ് F. 1 2 3 4 5 6 7 8 9, പിന്നെ A B C D E F അങ്ങനെയാണ് പോണത്. അപ്പോൾ F കൂടുതലും 0 കുറവുമാണ്. അങ്ങനെ അത് 15 റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള വാല്യൂ പഠിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ 3, 8. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലെറ്റർ അടിക്കാം. ഇപ്പോൾ ഒരു E, B, ഇനിയൊരു 2, 8. ഇപ്പോൾ ഒരു കളറായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടേ, പച്ച കളർ തന്നെയാണ് ഏകദേശം വന്നേക്കുന്നത്. കാരണം ഏറ്റവും അവസാനത്തെ 2 അക്കം ഗ്രീനാണ്. സോറി, രണ്ടാമത്തെ അക്കമാണ് ഗ്രീൻ, എനിക്ക് തെറ്റിപ്പോയതാണ്. ഇവിടെ രണ്ടാമത്തെ ഇയും ബിയും ആണ് കൂടുതൽ. ലെറ്ററുകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. 2 ലെറ്ററുകളായതുകൊണ്ട് അത് കൂടുതലാണ്. അപ്പോൾ ഗ്രീനാണ് കൂടുതൽ, അതാണ് ഗ്രീൻ കളർ ഇവിടെ വന്നേക്കുന്നത്. ഇനി നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ലീനിയർ ഗ്രേഡിയൻറ്റ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ഈ ഹെഡിങ് ഒന്ന് മാറ്റുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാനാണ്, അല്ലാതെ ഒന്നുമല്ല. ഒരു div tag ആക്കുകയാണ്. ഈ div tagന് നമ്മൾ കളർ കൊടുക്കാൻ പോവാണ്. നമ്മൾ ഈ ലീനിയർ ഗ്രേഡിയൻറ്റ് കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നാണ് പറയുക, കളർ അല്ല, ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. കാരണം അതൊരു കളർ മാത്രമല്ലല്ലോ, അതൊരു ഇമേജ് പോലെയാണ് ഇരിക്കുന്നത്. കാരണം ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അടിച്ചിട്ട്, സോറി, ഡബിൾ കോട്ട്സിൻ്റെ ആവശ്യമില്ല. ഈ ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് അടിക്കുക. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഇടുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏതൊക്കെ കളർ വേണോ അതിൻ്റെയൊക്കെ പേര് കൊടുക്കണം. ഞാൻ റെഡും ബ്ലൂ ആണ് കൊടുക്കുന്നത്. പൊസിഷൻ മാറ്റാൻ ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചു തരുന്നതാണ്. ഇപ്പോൾ വളരെ ചെറുതായതുകൊണ്ടാണ് ഇപ്പോൾ മര്യാദയ്ക്ക് കാണാത്തത്. എന്നിട്ട് വലുതാക്കി കാണിച്ചു തരാം.
വലുതാക്കിയിട്ടുണ്ട്. കണ്ടോ, കുറച്ചും കൂടി വലുതാക്കി നന്നായിരിക്കും. ഇപ്പം നന്നായി കാണാനുണ്ടാവും. ഇപ്പോൾ റെഡിൽ നിന്ന് നേരെ പതിയെ എന്ന് വെച്ചാൽ കളറ് ട്രാൻസ്പെറൻസി കുറച്ച് നേരെ ബ്ലൂവിലേക്ക് കടക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ ഇട്ടാൽ നിങ്ങളുടെ വെബ്സൈറ്റൊക്കെ പെട്ടെന്ന് പച്ച പിടിക്കും. ഇനി നമ്മൾ അതിൻ്റെ പൊസിഷൻ മാറ്റാൻ പോവുകയാണ്. പൊസിഷൻ മാറ്റണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റാണ് ഇത് കൊടുക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ കണ്ട മേളിൽ നിന്ന് താഴോട്ടാണ് വരുന്നത്, എനിക്ക് റൈറ്റിലോട്ട് വേണം. ഇപ്പോൾ നമ്മൾ ഇവിടെ പൊസിഷൻ കൊടുക്കണം, ടു റൈറ്റ്, സ്പേസ് വേണം. ഇപ്പോൾ കണ്ടോ, ലെഫ്റ്റിൽ നിന്ന് നേരെ റൈറ്റിലോട്ട്. ഇവിടെ എന്ത് കൊടുക്കുന്നു അങ്ങോട്ടാണ് ഈ കളർ പോവുക. ഇപ്പോൾ 2 കളറല്ലേ നമ്മൾ കൊടുത്തുള്ളൂ. നമുക്ക് എത്ര വേണേൽ കളർ വേണേൽ അത്രയും കൊടുക്കാം. ഇപ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ അങ്ങനെ ഇഷ്ടം പോലെ കൊടുക്കാം. മറ്റുള്ള കളറുകളൊക്കെ കൊടുക്കാം. ഞാൻ യെല്ലോയും ഗ്രീനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ട ഒരു മഴവില്ലിൻ്റെ കളർ പോലെയൊക്കെ ചെയ്ത് ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഞാൻ പല വെബ്സൈറ്റിലും ഓരോ ബട്ടണൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഇങ്ങനെയാണ് ചെയ്യുക. ഇനി നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ഇതിന് ആംഗിൾ വെച്ചിട്ടൊരു കളിയുണ്ട്, അതാണ് ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ഡയഗണലായിട്ട് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ഇപ്പോൾ ബോട്ടം ലെഫ്റ്റ് ഡയഗണലായിട്ടാണെന്ന് പറയുന്നത്. ഡയഗണലായിട്ട് ഇപ്പോൾ ആ അറ്റത്തിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ നീല, പിന്നെ പച്ച, പിന്നെ മഞ്ഞ, അങ്ങനെയാണ് ഇതിപ്പോൾ പോകുന്നത്. ഇപ്പോൾ നേരെ വേണമെങ്കിൽ ടോപ്പ് റൈറ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ടോപ്പ് ലെഫ്റ്റ് എന്ന് വേണമെങ്കിലും കൊടുക്കാം. അതും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ നേരെ മഞ്ഞ, പച്ച, നീല, റെഡ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോണത്. ഇങ്ങനെ നമുക്ക് ഡയഗണലായിട്ടും ചെയ്യാൻ, ആംഗിൾ വഴി ചെയ്യാനും പറ്റും. ഇവിടെ 45 ഡിഗ്രി കൊടുക്കാൻ പറ്റും. 45 എന്ന് ടൈപ്പ് ചെയ്ത് ഡിഗ്രിയുടെ ഷോർട്ട് ഫോമായി DEG എന്ന് അടിക്കണം. 45 ഡിഗ്രി എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ് വന്നത്. 45 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇങ്ങനെയാണ് അതിൻ്റെ അളവ്. നമുക്കൊരു 60 ഡിഗ്രി കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഇപ്പോൾ ഒരു 60 ഡിഗ്രി, ഇത്രയും കൂടി ചെരിവ് കൂടി 70 കൊടുക്കുക, എന്നാലും നിങ്ങൾക്ക് മര്യാദ കാണുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് കാണാനുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ചെരിവൊക്കെ മാറിയിട്ട് നല്ല ഇത്രയും കൂടി 70 ഡിഗ്രി ചെരിവ് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ 150 ആക്കാം, 90 ആക്കാം. ഇപ്പോൾ 150 ആക്കിയപ്പോൾ നേരെ പഴയ പോലെ. ഞാനൊരു 130 കാണിച്ചു തരാം. ഇങ്ങനെ ഡിഗ്രി കണക്കിന് കൊടുക്കുക. 135 അടുത്തായതുകൊണ്ടാണ് ഇതിപ്പോൾ ഡയഗണലായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ മനസ്സിലാവുണ്ടെന്ന് വിശ്വസിക്കുന്നു. 150 കൊടുത്തപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം അടുത്താണല്ലോ, 150ൻ്റെ അടുത്താണ് 150, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.